ചില പടങ്ങൾ റിലീസാവുന്ന സമയത്ത് ബിഗ് ബഡ്ജറ്റ് പടങ്ങളായാൽ പോലും ബോക്സ് ഓഫീസിൽ മുൻകൂട്ടി വീഴാറുണ്ട്. അത് സംഭവിക്കുന്നതിന് കാരണമെന്ന് റിവ്യൂവേഴ്സിനാണ് ഇപ്പം പറയുന്നതെങ്കിൽ അത് പ്രേക്ഷകരെ മുന്നേ പറഞ്ഞു വിടും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാരണമാണോ ഈ ഒരു മൂക്കുകുത്തുന്ന കാരണം? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നത്. റിവ്യൂസ് അവരൊരു ഇൻഡിവിജ്വലാണ് അല്ലേ? അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു 3 ദിവസം കൊടുക്കണം. അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. ഞാൻ റിവ്യൂസിന് എഗെയിൻസ്റ്റ് ഒന്നുമല്ല, എല്ലായിടത്തും സിനിമ റിവ്യൂസ്. പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അത് ആളുകളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി അതിനെ കൊണ്ട് റവന്യൂ ഉണ്ടാക്കാൻ അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് റിവ്യൂസ് ഒക്കെ ആവാം. പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക, അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക, അതിനോടൊന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ്. നിരൂപണം എപ്പോഴും നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യമാണ്. നമ്പർ 1, അതൊരു 3 ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാം, ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. മറ്റുള്ള പബ്ലിക്സ്, ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം. നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച സിനിമയല്ല. ഞാൻ ചിലപ്പോൾ അത് എൻ്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു, ഇത് സ്ത്രീകളും കൂടെ കൽബ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് 15 to 30 വിമനാണ്. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുമോ? എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. അവർ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. ഇവിടെ വിമൻ റിവ്യൂവേഴ്സ് വളരെ കുറവാണ്. ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ ഞാൻ നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം വന്നപ്പോൾ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് മിമിക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ളവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷമായിരുന്നു. എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പാവും. അത് നല്ല സിനിമകൾ നിർമ്മിക്കുക കൂടെ വേണം. നല്ല സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം കൂടെ ഒന്ന് കൊളാബറേറ്റീവായിട്ട് ഇതിപ്പോ നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. അപ്പൊ നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതിന്റെ വളരെ ഈ എന്ന് പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ്. നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ്, ഒരു മാസം കൂടെ കഴിഞ്ഞ. അപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിജയിക്കുന്നത് നല്ല സിനിമയുടെ വിജയം, മലയാള സിനിമയുടെ വിജയമാണ്. അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ. ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ